കൊച്ചി പള്ളുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി അത്യാധുനിക രീതിയിലുള്ള വർണ്ണക്കൂടാരം ഒരുങ്ങി. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി തൃപ്പൂണിത്തുറ MLA കെ ബാബു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് കളിച്ചിരികളിലൂടെ ശാസ്ത്രീയമായ പഠന സൗകര്യം ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും ചേർന്ന് സ്റ്റാഴ്സ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി പള്ളുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിൽ ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം തൃപ്പൂണിത്തുറ MLA കെ ബാബു നിർവഹിച്ചു. പഠിക്കുന്നതിന് മടുപ്പ് പലപ്പോഴും സ്കൂളിലേക്ക് വരാൻ അവർക്ക് നല്ല സന്തോഷത്തോടെ വരാനുള്ള ആകർഷണമായ ഒരു കേന്ദ്രമാണ് ഈ വർണ്ണക്കൂടാരം. കുട്ടികൾക്ക് പഠിക്കുന്ന ഘടകവുമായി ഇടപഴകി അവരുടെ ചിന്താഗതി, അവരുടെ കാഴ്ചപ്പാട് മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ അടിസ്ഥാനപരമായ കാര്യം. ഡിവിഷൻ കൗൺസിലർ സുജാത സാബു അധ്യക്ഷത വഹിച്ചു. BPC അംഗം രമ്യ ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. കുട്ടികളുടെ ശേഷികൾ കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ച് SCERT അതിനുള്ള കരിക്കുലം ചിട്ടപ്പെടുത്തി ഈ കരിക്കുലം അനുസരിച്ച് എന്തെല്ലാം പഠന സാമഗ്രികളാണ്, എന്തെല്ലാം കളി ഉപകരണങ്ങളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയാണ് ഓരോ ഇടവും സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ ഇടവും കുട്ടിയുടെ ഓരോ ശേഷി വികസിപ്പിക്കാനായിട്ടാണ് ഉള്ളത്. ഇങ്ങനെ 2 വർഷം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വർണ്ണക്കൂടാരം ശില്പികളായ രാജു, അഖിൽ എന്നിവരെ ആദരിച്ചു. മുൻ കൗൺസിലർ ലൈദാസ്, റിട്ടയർഡ് ഫാക്കൽറ്റി മെമ്പർ റഫീഖ്, PTA വൈസ് പ്രസിഡന്റ് സനീറ എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രധാനാധ്യാപിക പുഷ്പലത ടീച്ചർ, പദ്ധതി കൺവീനർ സനീജ VS എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഘട്ടമായിട്ടാണ് നമ്മൾക്ക് ഈ ഫണ്ട് അനുവദിച്ചത്. 10 ലക്ഷം രൂപയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും ചേർന്നിട്ടാണ് നമ്മൾക്ക് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് MLA അനുവദിച്ചിരിക്കുന്ന 99 ലക്ഷത്തിന്റെ ഈ പ്രോജക്ട് നടപ്പാക്കുന്നതിന് കോർപ്പറേറ്റിന്റെ ജനറൽ നടപടികൾ പൂർത്തിയായതിനു ശേഷം ഇതിന്റെ കല്ലിട കർമ്മം നടത്തിയതാണ്. പരിസര പ്രദേശത്തുമുള്ള വിദ്യാർത്ഥികളെയും ഈ പ്രദേശത്തിന്റെ സമഗ്രമായ മുന്നേറ്റത്തിന് കാരണമാകുന്ന ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തിന്റെ വികസനം എന്നുള്ളത് വിദ്യാഭ്യാസത്തിലൂടെയും മറ്റ് പ്രാദേശിക വികസനത്തിലൂടെയുമാണ് നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉമ്മി വരാണ്ട് നെയ്ക്കിനോട് മിണ്ടില്ല. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.